തമ്മിൽ കണ്ടിട്ട് ഓടി വന്നായിരിക്കും അല്ലേ? ഭൂമിക വേദിക്സ് മുട്ടോളം മുടി. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, എല്ലാവരും വന്നോ? എല്ലാവരും വന്നോ എന്ന് ചോദിക്കാൻ അത്രമാത്രം സബ്സ്ക്രൈബേഴ്സ് ഒന്നും എനിക്കില്ല. ഞാൻ ഒരുപാട് കാലമായി ചിന്തിച്ച് ഇന്നലെ തൊട്ടിട്ട് നാളെ ഞാൻ യൂട്യൂബ് വ്ലോഗ് ആരംഭിച്ചിരിക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ എൻ്റെ എന്താ പറയുക, ഇൻസ്റ്റയുടെ പേരൊന്ന് ചെറുതായി മാറ്റി. ഇൻസ്റ്റ ഒരു സോറി, ഇൻസ്റ്റ അല്ല, യൂട്യൂബിൻ്റെ പേര് ഞാൻ ചെറുതായിട്ട് മാറ്റി. യൂട്യൂബിൻ്റെ പേര് ഇറ്റ്സ് മീ ഗീതു എന്നായിരുന്നു. ഇപ്പോഴും ഗീതു വിപിൻ എന്നുള്ളത് അക്കൗണ്ട് ഹോൾഡറിൽ കിടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അക്കൗണ്ട് നെയിം വന്നിട്ട് ലൈഫോ ലെൻസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. പൊളിച്ചില്ലേ? എല്ലാവരും കേടിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേർക്കറിയാം, അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ് എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന എൻ്റെ ഇൻസ്റ്റാ ഫ്രണ്ട്സിന് അറിയാം. ഞാൻ എൻ്റെ മുടി മുട്ടയടിച്ചത് ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഹെയർ എടുത്തായിരുന്നു മൊത്തമായിട്ട്. അപ്പോൾ അതിനുശേഷം അത് പഴനിയിലാണ് പോയി എടുത്തത്. അപ്പോൾ അതിനുശേഷം മുടി ഇപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഇത്ര നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ലപോലെ ഞാൻ ചീകിയിട്ട ഇതിങ്ങനെ വൃത്തിയായിട്ട് ഇത് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടോ, ഇങ്ങനെ ഇട്ടിടാൻ പാകത്തിന് മുടി ആയി ഇപ്പം എനിക്ക്. അപ്പോൾ എടുത്തിട്ട് എത്രയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികമായിട്ടൊന്നുമില്ല. ഞാൻ എടുത്തിട്ട് 7 months ആയിട്ടുള്ളൂ. അപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് ആയിരുന്നു, 2025 സെപ്റ്റംബർ ലാസ്റ്റ് ആയിരുന്നു ഞാൻ മുടി എടുത്തിരുന്നത്. ശേഷം ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയും ഞാൻ എന്താണ് യൂസ് ചെയ്തത് എന്നുള്ള അതിൽ പ്രധാനമായും കുറേ ടിപ്സ് നമ്മൾ ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഉലുവ, ചെമ്പരത്തിത്താളി, അങ്ങനെയുള്ള ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതല്ലാതെ ഞാൻ എന്ത് യൂസ് ചെയ്തു, മെയിനായിട്ട് ഇപ്പോൾ എന്നെ കാണുന്ന എല്ലാവരും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നല്ല ഹെയർ ആണ്, നല്ല തിക്കിൽ വരുന്നുണ്ട്, ഹെയർ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് വന്നു പെട്ടെന്ന് എന്ന് പലരും ഉണ്ടായില്ലടാ. മനുഷ്യൻ ആദ്യമായിട്ട് ബ്ലോഗ് എടുക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ വെച്ചു പെട്ടെന്ന് വന്നല്ലോ ഗീതുവിന് ഹെയർ, പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് അല്ലോ, നല്ല ഹെയർ ആണ്, നല്ല തിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ പല ഹോം റെമഡീസും ഞാൻ യൂസ് ചെയ്തിരുന്നെങ്കിലും ഞാൻ പ്രധാനമായി യൂസ് ചെയ്ത ഒന്നാണ് ഭൂമിക വേദിക്സിൻ്റെ ഹെയർ ഓയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും കരുത് പ്രൊമോഷൻ വീഡിയോ, ഒരിക്കലുമല്ല. ഒരു 7 മാസത്തോളം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഭൂമിക വേദിക്സിൻ്റെ ഹെയർ ഓയിലാണ്. ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും 100% ഗ്യാരണ്ടി തരുമോ ചോദിച്ചാൽ അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ മാത്രം, പിന്നെ എന്നോട് വളരെ ക്ലോസ് ആയ എൻ്റെ കസിൻസ്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്, അവർക്കൊക്കെ ഞാനിതിങ്ങനെ പറഞ്ഞുതരും, ഇത് യൂസ് ചെയ്തു. ആ യൂസ് ചെയ്തവരുടെയും കൂടെ അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത്. ഡാൻഡ്രഫ് ഉള്ളവർ ഡാൻഡ്രഫ് കുറഞ്ഞെന്ന് പറഞ്ഞു, ഹെയർ ഫാൾ ഉള്ളവർ ഹെയർ ഫാൾ കമ്മിയായിട്ടെന്ന് പറഞ്ഞു, ഹെയർ ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രേ ഹെയർ വളരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഇത് വീണ്ടും പറയുന്ന പ്രമോഷൻ വീഡിയോ അല്ല, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ വന്നു. ഇതാണ് സംഭവം. കണ്ട, ഇത് അറിയാത്തവരാരും ഉണ്ടാവില്ല. ഇപ്പോൾ ഒത്തിരി പേരെ ഞാൻ എൻ്റെ ചുറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. ഒരുപാട് നമുക്ക് ഈ ഹെയർ ഗ്രോത്തിൻ്റെ ടിപ്സ് ഒക്കെ തരുന്ന വീഡിയോയുടെ താഴെ പോയിട്ട് എന്താ പറയുക, മുടി കൊഴിഞ്ഞു എന്ന് അങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു 100% റിസൾട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റാണത്. എനിക്ക് പറ്റുന്ന അത്രയും കാലം ഇത് തന്നെ യൂസ് ചെയ്യണം എന്നും ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു 7 months ഹെയർ ഗ്രോത്ത് ആണ്. ഈ സൈഡിൽ ഞാൻ ക്ലിപ്പ് പിടിച്ചിട്ടിട്ടില്ല. 7 months ഹെയർ ഗ്രോത്ത് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഷാംപൂ, റോസ്മേരി ഓയിൽ, അങ്ങനെ കുറേ പ്രൊഡക്റ്റ് അവരെടുത്തുണ്ട്. അതൊന്നും ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഓയിൽ മാത്രമേ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ പറയാം, അത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം ഒരു ബ്രേക്ക് എടുക്കാം, എന്താ പറയുക, ഇൻസ്റ്റാ റീൽസിൽ നിന്നൊന്ന് മുടിയൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പോകെ എനിക്ക് റീൽസ് ചെയ്യാതിരിക്കാൻ ഭയങ്കര ഒരു എന്താ പറയുക, കൈ പറയൂലേ. അപ്പോൾ ഈ കള്ളുടിക്കരുത കൈ പറയ്ക്കുന്നതൊക്കെ പറയുന്ന പോലെ എനിക്കിങ്ങനെ ഇതിങ്ങനെ ചെയ്യാനുള്ളൊരു ത്വരം. അങ്ങനെ ഇരിക്കാൻ ഞാനൊരു ഒരു ഹെയർ ഇങ്ങനെ കണ്ടു ഓർഡർ ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നമ്മുടെ പ്രേമലുള്ള നമിത ബൈജുവിൻ്റെ ഇവിടെ ഹെയർ ബാങ്ക് ഒക്കെ കിടക്കുന്നുണ്ട്.
അപ്പം ഞാൻ കരുതി പൊളിക്കും, ഇത് വാങ്ങി കൊണ്ടുവരുന്നു, വെക്കുന്നു, ചറ പറ എന്ന് വീഡിയോ ചെയ്യുന്നു. അവസാനം സാധനം വന്നു. നമ്മൾ സാധനം എങ്ങനെയാണ് ഉള്ളതെന്ന് ഞാനൊരു ഹെയറിൽ വെച്ചിട്ടേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇടാം. അത് കണ്ടിട്ട് എനിക്ക് ആരെയാ പേഴ്സണലി ഓർമ്മ വന്നെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആരെ ഓർമ്മ വന്നെന്നുള്ളത് നിങ്ങളും കമൻറ്റ് ചെയ്യും. എന്തായാലും അമിതാ പേജും അല്ല, അത് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ.